ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ മൈസൂരിലെ തേർഡ് എപ്പിസോഡാണിത്. നമ്മൾ പോകുന്നത് പയ്യാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ചെന്ന് കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു ഗൈസ്. കുറച്ചധികം നടക്കാണ്ടായിരുന്നു ഉള്ളിലോട്ടുള്ളത്. എന്നിട്ട് വണ്ടിയൊന്നുമില്ല. പിന്നെ നടന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് ഗൈസ്. സത്യം പറയാമല്ലോ, നല്ല ചൂടായിരുന്നു. തൊപ്പിയൊക്കെ വെച്ച് കണ്ടില്ലേ ഗൈസ്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്ക് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിരക്കിത്തിരി കൂടുതലായിരുന്നു. അതെനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ബിക്കോസ് ഇവിടെ ദസറ നടക്കുന്ന സമയമായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഇച്ചിരി തിരക്ക് കൂടുതലായിരുന്നു. ഗൈസ്, ഇവിടെ സൈഡിൽ കണ്ടൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോ ഒന്നും എടുത്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ഇനി നമ്മുടെ നിരീക്ഷണങ്ങൾ നിങ്ങളും കണ്ടോളൂ. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ നമ്മളിത് നോക്കി അതിനെപ്പറ്റിയൊക്കെ വായിച്ചറിഞ്ഞ് നോക്കുന്നില്ലേ, അങ്ങനെയാട്ടോ ഉദ്ദേശിച്ചത്, വേറെ സത്യമൊന്നുമല്ലേ. അപ്പോൾ കണ്ടേ. പിന്നെ ഇത് ആകാശത്ത് കൂടി പറക്കുന്ന സാധനമാണ് ഗൈസ്. നമ്മൾ എന്താ ഇവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ അടുത്ത് മുഖത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഇത് നേരെ താഴത്തോട്ടാണ് ഗൈസ്. എന്നെ നിങ്ങൾ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ താഴത്തോട്ടിറങ്ങി അവിടെ ചെന്നപ്പോൾ വീണ്ടും വണ്ടികൾ ഗൈസ്. കുറേ ടൈപ്സ് ഓഫ് വണ്ടികളുണ്ട്. പിന്നെ പഴയ കാലത്തെ ഉണ്ട്. പിന്നെ ഏത് കൺട്രി അങ്ങനെ എവിടെയാണോ ഇത് നിർമ്മാണം ചെയ്തത് അങ്ങനെ ഇവിടുത്തെ ഓരോ പോസ്റ്റ് ബോർഡ്സിലും ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, 1943 ഇതുണ്ടായത്, 1967. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും ഗൈസ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായി ഗൈസ്. അപ്പോൾ ഏതായാലും നീ എക്സ്പ്ലോർ ചെയ്തോ ബാക്കി.
വണ്ടികൾ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ അതൊരു കുണിങ്ങാച്ച് വഴി ഉണ്ടായിരുന്നു. ആ വഴി നേരെ ചെന്നപ്പോൾ കണ്ട വ്യൂസാണ്. ഇവിടെ എന്ന് വെച്ചാൽ പഴയ സാധനങ്ങളാണ് ഗൈസ്, വണ്ടികൾ തന്നെയല്ല, സാധനങ്ങൾ കണ്ടു ഗൈസ്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കുണ്ടായാൽ മതിയായിരുന്നു എന്ന് പോയി തോന്നിപ്പോകുന്ന രീതിയിൽ നല്ല പോലെ കുറേ സാധനങ്ങളുണ്ടായി ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ തിരക്കും കാണാം, എന്നാൽ അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള സാധനങ്ങളും കാണാൻ പറ്റും. തിക്കും തിരക്കുണ്ടെങ്കിലും ആ ഭംഗി അതവിടെ പോകുന്നില്ല ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടേക്ക്. ഇനി നിങ്ങൾ കാണുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ, പഴയ സാധനങ്ങൾ. അപ്പോൾ കണ്ടേക്കിട്ടോ. ഇനി വരുന്ന ഇതൊരു മ്യൂസിയത്തിലെ തന്നെയുള്ളൊരു സ്ഥലം തന്നെയാണ്. കുറേ ചെടി, അതിൻ്റെ ചുറ്റും കുറച്ച് ദീപങ്ങളൊക്കെ ഇടയിൽ അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോയി ഫോട്ടോ എടുക്കേണ്ട കൈസ്. കണ്ട വാളമേൽ കളരിപ്പയറ്റ കൈസ്, അവിടെ കളരിപ്പയറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ കളരി പഠിക്കുന്നില്ല കൈസ്, അത് സീനാണെന്ന് അറിയാമല്ലേ കൈസ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപോയേക്കുന്നല്ല ലൈക്ക് വീഡിയോ കഴിയാനേ വോയിസ് മാറിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാട്ടായിട്ട് കാണുന്നവരെ